എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ജനുവരി 16-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഡിഫാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ബിഫാം കോഴ്സിൻ്റെ ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ബിഫാം ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് ബിഫാമിൻ്റെ സെക്കൻഡ് ഇയറിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനമാണ് ബിഫാം ലാറ്ററൽ എൻട്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ 16-ാം തീയതിക്കകം, അതായത് 16-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ടുള്ള അവസരം ചിലപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ചില സമയത്ത് മാത്രമേ നീട്ടി നൽകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ടൈമിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബിഫാം ലാറ്ററൽ എൻട്രി ഓൺലൈൻ അപേക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് നിങ്ങൾ ഏത് ലാംഗ്വേജാണ് സെലക്ട് ചെയ്തത് അതിനനുസരിച്ചാണ് ആ ഒരു ലാംഗ്വേജിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കിവിടെ പ്രോസ്പെക്ടസ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഈ ഒരു കോഴ്സിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് 5 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തേത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക, രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, മൂന്നാമത്തേത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുക, അത് അടുത്തത് നിങ്ങളുടെ സിഗ്നേച്ചർ അതുപോലെ ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്യുക, അതുപോലെ അനുബന്ധമായിട്ട് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകുക. അത് സ്കാൻഡ് കോപ്പിയാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിൽ ഫീസ് സ്ട്രക്ചർ ഇതുപോലുള്ള മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ആനുവൽ ഫീസ് എത്രയാണ് വരിക, അതുപോലെയുള്ള ഡീറ്റെയിൽസ്, അതായത് ഗവൺമെൻറ് കോളേജിൽ എത്രയാണ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ എത്രയാണ്, ഈ ഒരു രീതിയിലൊക്കെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. അതുപോലെ റിസർവേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 800 രൂപയാണ്. അതുപോലെ തന്നെ SC വിദ്യാർത്ഥികൾക്ക് 400 രൂപയും ST വിദ്യാർത്ഥികൾക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല, ഒരു തവണ അടച്ച ഫീസ് തിരികെ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിൽ തന്നെ നിങ്ങൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് നൽകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നൽകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്, അതായത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ്, ആ ഒരു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്നതിനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് തെളിയിക്കുന്നതിനായിട്ട് SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് എന്നിവ നിങ്ങളുടെ ഏജ് തെളിയിക്കുന്നതിനായിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകാം. അടുത്ത നിങ്ങളുടെ നാറ്റിവിറ്റി അല്ലെങ്കിൽ നാഷണാലിറ്റി തെളിയിക്കുന്നതിനായിട്ട് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകണം. അതുപോലെ തന്നെ നോൺ ക്രിമിലിയർ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി EWS സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് നൽകണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC ST വിദ്യാർത്ഥികളും EWS എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളിൽ EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകണം. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തിട്ടുള്ളവരുടെ മക്കളാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻ്റർകാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകാം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രൂവ്, അതായത് നിങ്ങൾ ഫിഷർമാൻ അല്ലെങ്കിൽ അതായത് ഈ ഒരു ഇമിറ്റേറ്റ് ഓഫ് ചിത്ര അതിലുള്ളവരാണെങ്കിൽ അത് തെളിയിക്കുന്നതിന് ആവശ്യമായുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹോം, നിർഭയ ഹോം, അതുപോലെ തന്നെ ജുവനൈൽ ഹോം എന്നിങ്ങനെയുള്ള ഇവയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകണം. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് നൽകുക. കാരണം ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വല്ല ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇനി മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് നൽകണമെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകുക. അതുപോലെ ഇതിന് ഇത്ര മാത്രമാണുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നൽകിയ ശേഷം അത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാകുന്നതാണ്. അതായത് 120 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കും, തെറ്റുത്തരത്തിന് 1 മാർക്ക് നെഗറ്റീവായിട്ടും പോകുന്നതായിരിക്കും. നിങ്ങൾ ഡിഫാമിന് പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സബ്ജക്റ്റുകളിൽ നിന്നും ഏകദേശം എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും 10 വീതം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതായത് ഡിഫാമിന് നിങ്ങൾ ഇതുവരെ പഠിച്ച 12 സബ്ജക്റ്റുകളിൽ നിന്നും ടോട്ടൽ നിങ്ങൾക്ക് ആ ഒരു 12 സബ്ജക്റ്റിൽ നിന്നും 10 വീതം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിനേഷനായിട്ട് ഉണ്ടാവുക. അതായത് ടോട്ടൽ 120 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക്, അതുപോലെ നെഗറ്റീവ് വരുന്നതിന് 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകുന്നതാണ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ ഇവിടെ ഓരോ ലിങ്കുകളും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതുപോലെ തന്നെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് ആ ഒരു, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് ആർക്കൊക്കെ വേണം, എവിടെ നിന്ന് വാങ്ങിക്കണം, അതുപോലെ തന്നെ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അത് ആർക്കൊക്കെ വേണം, ഇതുപോലുള്ള ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഡിഫാമിൻ്റെ ആ ഒരു ഡോക്യുമെൻ്റ് ഒന്നും ചോദിക്കുന്നില്ല. അത് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് അതായത് നൽകേണ്ടതായിട്ട് വരുള്ളൂ. അതായത് നമുക്ക് ആ ഒരു നിർദ്ദേശങ്ങളിലുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഇത്രയും ആണ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ നിങ്ങളുടെ ഈ ഒരു DPharm കോഴ്സിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ കൗൺസിലിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫാർമസി കൗൺസിൽ നൽകിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിന് അപേക്ഷ നൽകിയതിൻ്റെ ആ ഒരു ഡോക്യുമെൻ്റാണ് നിങ്ങൾ നൽകേണ്ടത്. അതേസമയം നിങ്ങളുടെ കയ്യിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ നൽകാം. ഇത്ര മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. ആ ഒരു അഡ്മിഷൻ ടൈമിലേക്ക് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതിയാകും. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് പ്രായപരിധിയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് 50% മാർക്കിൽ കുറയാതെയുള്ള DPharm ബിരുദമായിരിക്കണം ലഭിച്ചിട്ടുള്ളത്. അതായത് 50% മാർക്കെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു DPharm കോഴ്സിന് ലഭിച്ചിരിക്കണം. അതുപോലെ ഫാർമസി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ പഠിച്ച് സ്റ്റേറ്റ് ബോർഡ് ഓഫ് DPharm തത്തുല്യ പരീക്ഷ എഴുതി ആകെ 50% മാർക്കിൽ കുറയാതെ നേടിയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നേറ്റിവിറ്റി എന്ന് പറയുന്നത് അപേക്ഷൻ കേരളീയനായിട്ടുള്ള ഇന്ത്യൻ പൗരനായിരിക്കണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം, അതായത് 800 രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ, അതായത് 800 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത്. SC വിദ്യാർത്ഥികൾക്ക് 400 രൂപയും ST വിദ്യാർത്ഥികൾക്ക് ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ DPharm കോഴ്സിന് പഠിച്ചിട്ടുള്ള 12 സബ്ജക്റ്റിൽ നിന്നും ഓരോ സബ്ജക്റ്റിൽ നിന്നും 10 വീതം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ടോട്ടൽ 120. ശരിയുത്തരത്തിന് 4 മാർക്ക്, അതുപോലെ തെറ്റുത്തരത്തിന് നെഗറ്റീവ് 1 മാർക്ക്, അതായത് 1 മാർക്ക് കുറയും തെറ്റിക്കഴിഞ്ഞാൽ. കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും സെൻറ്റർ ഉണ്ടാവുക. അവിടെ നിന്നും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലാണ് ഇതിൻ്റെ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് ഉണ്ടാവും. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഏതാണോ ശരിയുത്തരം അത് നിങ്ങൾ സെലക്ട് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റ് വഴി മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഡെയിലി ഈ ഒരു വെബ്സൈറ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം 16-ാം തീയതിക്കകം ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.